സമരസേനാനി വീർ സവർക്കറിനെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ആക്ഷേപകരമായ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ അത്തരം പരാമർശങ്ങൾ അനുവദിക്കില്ലെന്നും ആവർത്തിച്ചാൽ സ്വമേധയാ നടപടിയെടുക്കുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. കേസിൽ രാഹുൽ ഗാന്ധിക്കെതിരായ സമൻസ് റദ്ദാക്കാൻ വിസമ്മതിച്ച അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഈ സംഭവ വികാസം. 2022 നവംബർ 17 മഹാരാഷ്ട്രയിലെ അകോള ജില്ലയിൽ നടന്ന ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ഗാന്ധി സവർക്കറിനെതിരെ നടത്തിയ പരാമർശമാണ് കേസിന് ആധാരം. കൊളോണിയൽ സർക്കാരിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റിയിരുന്ന ബ്രിട്ടീഷ് സേവകൻ എന്നാണ് ഗാന്ധി സവർക്കറെ വിശേഷിപ്പിച്ചതെന്ന് ആരോപിക്കപ്പെടുന്നു. ജസ്റ്റിസുമാരായ ദീപങ്കർ ദത്ത, മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. പ്രസ്താവനയിലൂടെ ശത്രുത വളർത്തുക എന്ന ഉദ്ദേശമില്ലെന്ന് ഗാന്ധിയുടെ അഭിഭാഷകൻ വാദിച്ചു. എന്നിരുന്നാലും ബെഞ്ച് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു. മഹാത്മാഗാന്ധി പോലും നിങ്ങളുടെ വിശ്വസ്ത ദാസൻ എന്ന പ്രയോഗം ഉപയോഗിച്ചതായി നിങ്ങളുടെ കക്ഷിക്ക് അറിയാമോ? അദ്ദേഹത്തിന്റെ മുത്തശ്ശി സ്വാതന്ത്ര്യ സമര സേനാനിക്ക് ഒരു കത്തയച്ചതായി അദ്ദേഹത്തിന് അറിയാമോ എന്ന് കോടതി ചോദിച്ചു. നിങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവാണ്, എന്തിനാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്? അത് ചെയ്യരുത്. പ്രകോപനമില്ലെങ്കിൽ എന്തിനാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതെന്നും കോടതി ചോദിച്ചു. സുപ്രീം കോടതി നടപടികൾ തൽക്കാലം സ്റ്റേ ചെയ്യാൻ സമ്മതിച്ചെങ്കിലും രാഹുൽ ഗാന്ധി ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കരുതെന്ന് കോടതി വ്യക്തമാക്കി. വളരെ വ്യക്തമായി പറയാം, കൂടുതൽ പ്രസ്താവനകൾ ഉണ്ടായാൽ ഞങ്ങൾ സ്വമേധയാ പരിഗണിക്കും. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് ആരെയും അഭിപ്രായം പറയാൻ അനുവദിക്കില്ല എന്നും കോടതി മുന്നറിയിപ്പ് നൽകി. സവർക്കർ ആദരിക്കപ്പെടുന്ന മഹാരാഷ്ട്രയിലെ അഗോളയിൽ വെച്ചാണ് മുൻ കോൺഗ്രസ് മേധാവി ഈ പ്രസ്താവനകൾ നടത്തിയതെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി. റാലിക്കിടെ രാഹുൽ ഗാന്ധി സവർക്കറെ മനഃപൂർവ്വം അപമാനിച്ചുവെന്നാരോപിച്ച് അഭിഭാഷകനാണ് പരാതി നൽകിയത്. സവർക്കറെ അപകീർത്തിപ്പെടുത്താനുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഗാന്ധിയുടെ പരാമർശമെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.